ഹായ് വെൽക്കം ടു എജ്യൂബിൾസ് ലേണിംഗ്. നമ്മൾ കേട്ടറ്റ് എക്സാമിനോടനുബന്ധിച്ച് സൈക്കോളജിയിൽ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ സയൻസ് കാറ്റഗറി 2-ൽ അതുപോലെ തന്നെ 1-ൽ കുറച്ച് നമ്മുടെ EVS-ലൊക്കെ സോഷ്യലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ കാറ്റഗറി 3-ൽ സോഷ്യൽ സയൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം SCERT ബേസിലുള്ള കണ്ടന്റുകളാണ് ചോദിക്കുക. അത് കാറ്റഗറി 2-നേക്കാൾ കുറച്ചും കൂടി ഡെപ്തിൽ അതിൻ്റെ കുറച്ചും കൂടി ആയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ കാറ്റഗറി 3-ലൊക്കെ വരാറുണ്ട്. ഇന്ന് നമ്മൾ അതുപോലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ആ ഭാഗത്തുള്ള SCERT ചോദ്യങ്ങളും കൂടിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുക. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ നിങ്ങൾ എക്സാമിനോടനുബന്ധിച്ച് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കിട്ടണമല്ലോ, എന്നാലേ ഈ എക്സാമിന് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ഈ രീതിയിൽ നിങ്ങൾക്ക് തരുന്നത്. സോ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. സമരാത്ര ദിനങ്ങൾ സൂചിപ്പിക്കുന്ന ജോഡി ഏതാണ്? ഇപ്പോൾ 2 ദിവസം തന്നിട്ടുണ്ടാവും. ഏതൊക്കെയാണ് സമരാത്ര ദിനങ്ങൾ? വിച്ച് അമോങ് ദ ഫോളോവിങ് പേഴ്സ് ഓഫ് ഡേയ്സ് ആർ ഇക്വിനോക്സ്? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇക്വിനോക്സ് എന്താണ്, സമരാത്ര ദിനങ്ങൾ. ഇതിൽ നമ്മൾ സൂര്യൻ്റെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സൂര്യരശ്മികൾ നമ്മുടെ ഭൂമിയിൽ പതിക്കുന്നത് ഓരോ സീസണിൽ പല രീതിയിലാണ്. അതുകൊണ്ടാണ് സീസണിൽ നമുക്കറിയാം സൂര്യൻ്റെ രശ്മികൾ അതല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചം, ആ ചൂടൊക്കെ ഭൂമിയിൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് പതിക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിൽ സീസണുകൾ ഉണ്ടാകുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമധ്യരേഖയിൽ അവിടെയാണ് നമ്മുടെ സൂര്യൻ്റെ രശ്മികൾ പതിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലൊക്കെ ആ ചൂടിൻ്റെ അളവ് അല്ലേ തുല്യമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ലഭിക്കുന്ന ചൂട് തുല്യമാവുന്ന സമയത്ത് മാത്രമല്ല അവിടെയുള്ള രാത്രിയിലും പകലിൻ്റെയും അതായത് അതിൻ്റെ ദൈർഘ്യവും തുല്യമായിരിക്കും. അതിനാണ് നമ്മൾ ഇക്വിനോക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇക്വിനോക്സ്. അപ്പോൾ ഈ ദിനങ്ങൾ വരുന്നത് മാർച്ച് 21, സെപ്റ്റംബർ 23. ഏതൊക്കെയാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിനങ്ങളിലാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കറിയാം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർമുകളിലാകുമ്പോൾ അന്റാർട്ടിക് വൃത്തം അത് വേണ്ട കേട്ടോ, അവിടെ മാർച്ച് 21-ഉം സെപ്റ്റംബർ 23-നുമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരാർദ്ധഗോളങ്ങളിലും ദക്ഷിണാർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സമരാത്ര ദിനങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാ നോക്കൂ. ഏതാണ്? മാർച്ച് 21-ഉം സെപ്റ്റംബർ 23-ഉം. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? മാർച്ച് 21 ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇവിടെ ജൂൺ 21 അതല്ല. ഈ 2 ദിവസങ്ങളിലാണ് മാർച്ച് 21-ഉം സെപ്റ്റംബർ 23. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവിടെയാണ്? അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസിലുള്ള പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അതിൽ തന്നെ ഈ ഉപദ്വീപീയ ഭാഗം, അതായത് നമ്മുടെ പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയാം, ആ ഭാഗത്തുള്ള പീക്ക്, ഹയസ്റ്റ് പീക്കാണ് ചോദിച്ചിട്ടുള്ളത്. അത് തമിഴ്നാട്ടിലാണോ, കേരളത്തിലാണോ, കർണാടകത്തിലാണോ, ആന്ധ്രാപ്രദേശിലാണോ? അതെവിടെയാണ്? അത് കേരളത്തിലാണ്. നമ്മൾ പറയാറുണ്ട് ആനമുടി ഇല്ലേ? ആനമുടിയാണ് ഏറ്റവും, അതിൻ്റെ 2695 മീറ്ററാണ് അതിൻ്റെ ഉയരം വരുന്നത്. നമുക്കറിയാം കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചൻജുങ്ക നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉയരമുള്ള കൊടുമുടി ചോദിക്കാറുണ്ട് അല്ലേ? അതുപോലെ മൗണ്ട് K2 എന്ന് പറയുന്നില്ല, മൗണ്ട് K2. ഇനി വിവിധ തരം ധാതുക്കളുടെ, ഇനി ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ അല്ലേ അവിടുത്തെ കൊടുമുടിയാണ് ചോദിച്ചത്. അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ഡീറ്റെയിൽസ് നോക്കാം. ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയുള്ളതിനാൽ അതിന് പറയുന്ന മറ്റൊരു പേരെന്താടാ? ധാതുക്കളുടെ കലവറ. എന്ത് പറയുന്നു? ധാതുക്കളുടെ കലവറ. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് കാലികമായി മാത്രമായി പെയ്യുക, എല്ലാ കാലത്തുമായല്ല കേട്ടോ. അപ്പോൾ ഇവിടെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് അല്ലേ? ഡെസിഡസ് അല്ലേ? അങ്ങനെയുള്ള കാടുകളാണ് ഉപദ്വീപീയ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലേക്കും ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പശ്ചിമഘട്ടം, നമ്മൾ വെസ്റ്റേൺ ഘട്ട് എന്ന് പറയാം. ഈ വെസ്റ്റേൺ വയനാട് ഭാഗത്തല്ലേ, വയനാട്ടിലൂടെ ഒക്കെ വരുന്ന ആ വെസ്റ്റേൺ ഘട്ട് ഇടുക്കി, നമ്മുടെ കേരളത്തിൻ്റെ ഗുജറാത്തിൽ നിന്ന് ആ ഭാഗത്തു നിന്ന് വന്നിട്ട് നമ്മുടെ ഓരോ സ്റ്റേറ്റിലൂടെയും വന്ന് നമ്മളെവിടെ എത്തുന്നു? കേരളത്തിലൂടെ കടന്നു പോകുന്ന പശ്ചിമഘട്ട നിരയുടെ പടിഞ്ഞാറൻ ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നമുക്കറിയാം
ഈ ഭാഗം ഈസ്റ്റേൺ ഭാഗമാണ്, ഇത് വെസ്റ്റേൺ ഭാഗമാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ ഈ ഒരു പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, ആ ഭാഗങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകളാണുള്ളത്. ഓക്കെ, അവിടെ പടിഞ്ഞാറൻ ചെരുവുകൾ. പക്ഷേ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് ഇവിടെ നമുക്കറിയാം ഒരു നമ്മുടെ ഒരു ട്രയാങ്കിൾ ഭാഗത്ത് ഡക്കാൻ പീഠഭൂമി എന്നൊക്കെ പറയുന്ന പീഠഭൂമിയുടെ ഭാഗങ്ങൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഉഷ്ണമേഖല ഇലമുയും കാടുകളാണെങ്കിൽ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഉഷ്ണമേഖല മഴക്കാടുകളാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുരാതന നദീതട നാഗരികതകളുടെ 4 സവിശേഷതകൾ ചൂടെ തന്നിരിക്കുന്നുണ്ട്. അവയിൽ മെസൊപ്പൊട്ടോമിയൻ നാഗരികതയുമായി ബന്ധപ്പെട്ട സവിശേഷത ഏതാണ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാചീന ശിലായുഗം, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ള ഒരുപാട് നദീതട സംസ്കാരങ്ങൾ അല്ലേ, അതിനുശേഷം വന്ന നദീതട സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, ചോദിക്കാറുണ്ട്. ഈജിപ്ഷ്യൻ ചോദിക്കുന്നു, മെസൊപ്പൊട്ടോമിയ ചോദിക്കുന്നുണ്ട്, ചൈനീസ് എപ്പോഴെങ്കിലൊക്കെ. അങ്ങനെ ആ ഇന്ത്യൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഹാരപ്പൻ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇപ്പം ഇവിടെ ചോദിച്ച് മെസൊപ്പൊട്ടോമിയയുടെ നാഗരികതയുമായി ബന്ധപ്പെട്ട സവിശേഷത: മഹാസ്നാനഘട്ടം, ഒസിരിസ് വിശ്വാസം, ഹൈറോഗ്ലിഫിക്സ് ലിപി, ക്യൂണിഫോം ലിപി. ഏതാടാ ഇവിടെ? ക്യൂണിഫോമാണ് മെസൊപ്പൊട്ടോമിയ. ഇവിടെ മഹാസ്നാനഘട്ടം വരുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? അത് നമുക്കറിയാം, ഹാരപ്പനാണ്. അതുപോലെ തന്നെ ഒസിരിസ് ഈജിപ്ഷ്യനാണ്, ഹൈറോഗ്ലിഫിക്സും ഈജിപ്ഷ്യനാണ്. ഇത് രണ്ടും ഈജിപ്ഷ്യനാണ്. എന്നാൽ മഹാസ്നാനഘട്ടം നമ്മൾ മോഹൻജദാരോ, അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. മഹാസ്നാനഘട്ടം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് അല്ലേ, ഗ്രേറ്റ് ബാത്ത് എന്ന് പറയാറില്ലേ, ഗ്രേറ്റ് ബാത്ത്. ഓക്കെ, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇൻഡസ് വാലിയെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഓവുചാലുകൾ, അതുപോലെ തന്നെ ഉയർന്ന ഭാഗങ്ങളിലെ നമുക്കറിയാം നഗരങ്ങളുടെ പ്രത്യേകതകൾ, ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കൂ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. അപ്പോൾ ഹരിത വിപ്ലവം ചോദിക്കാറുണ്ട്, ഗ്രീൻ റവല്യൂഷൻ, പല റവല്യൂഷൻസ് നടക്കാറില്ലേ. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഡോ വർഗീസ് കുര്യൻ, സുഭാഷ് പാലേക്കർ, സുന്ദർലാൽ ബഹുഗുണ, എം.എസ്. സ്വാമിനാഥൻ. ആരാണ് എടാ? അത് എം.എസ്. സ്വാമിനാഥൻ അല്ലേ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്, അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച ഹരിത വിപ്ലവത്തിൻ്റെ കാലഘട്ടം 1960-കൾക്ക് ശേഷമാണല്ലേ ഇതിൻ്റെ ഒരു കാലഘട്ടം. ആദ്യഘട്ടത്തിൽ ഗോതമ്പിൻ്റെ ഉൽപ്പാദനം നന്നായിട്ട് വർദ്ധിച്ചു, പിന്നീട് നെൽകൃഷി. അപ്പോൾ ഈ ഗോതമ്പിൻ്റെ ആ സമയത്ത് അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നെൽവിത്ത് ഉണ്ടല്ലോ, അതൊക്കെ ചോദിക്കാറുണ്ട്. മാത്രമല്ല ഇവിടെ വർഗീസ് കുര്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം വർഗീസ് കുര്യൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ധവള വിപ്ലവം അല്ലെ, പാലുൽപാദനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, വർഗീസ് കുര്യൻ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാം. പ്രതിശീർഷ വരുമാനം അർത്ഥമാക്കുന്നത് മൊത്ത വരുമാനം, ആകെ വരുമാനം, ശരാശരി വ്യക്തിഗത വരുമാനം, വിദേശ വരുമാനം. ഏതാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം അതെന്താണ്? ആവറേജ് ഇൻഡിവിജ്വൽ ഇൻകമാണ്, ശരാശരി വ്യക്തിഗത വരുമാനമാണ്. നെക്സ്റ്റ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നോക്കൂ. താഴെ കൊടുത്തിരുന്ന ഏതിൻ്റെ ഉൽപാദന വർധനവുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം? ഏതുമായാണ്? നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ. ഗോതമ്പ്, അരി, പാൽ, മുട്ട. ഏതായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു അതെന്താണ്? പാലുൽപാദനവുമായി ബന്ധപ്പെട്ടാണ്. വർഗീസ് കുര്യനെ കുറിച്ചും പറഞ്ഞ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഭക്ഷ്യ വസ്തുക്കളുടെ സംഭരണവും ശേഖരണവുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഏതാണ്? ഏതാ? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഏതാണ്? FCI. ഏതാണ്? FCI ആണ്. നമുക്കറിയാലോ SBI അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ്, ബാങ്കുകളുടെ ബാങ്ക്. എന്താണ്? ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് SBI ആണ്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് SBI റിസർവ് ബാങ്കിൻ്റെ സോറി നമ്മൾ SBI ആണല്ലോ പറഞ്ഞത്, റിസർവ് ബാങ്കാണ്. SBI എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവിടെ മാറിപ്പോയതാട്ടോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതെ അല്ലേ, ഇമ്പീരിയൽ ബാങ്ക് എന്നറിയപ്പെട്ടിരുന്നു ആദ്യ കാലഘട്ടത്തിൽ, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ആയത്. പിന്നെ നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക് നമ്മൾ നേരത്തെ വിട്ടുപോയി. അതാണ് ബാങ്കുകളുടെ ബാങ്ക്, ഇന്ത്യയുടെ അല്ലേ. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് അത് എന്താണ്? റിസർവ് ബാങ്ക് ആണ്. മാത്രമല്ല റിസർവ് ബാങ്ക് ഗവർണർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പണനയം, അതുപോലെ തന്നെ ഫിസ്ക്കൽ, അതുപോലെ തന്നെ അങ്ങനെയുള്ള പോളിസികളൊക്കെ അല്ലേ, അതിൽ മോണിറ്ററി പോളിസി ആരുടേതാണ്? അത് റിസർവ് ബാങ്ക് ആണ് മോണിറ്ററി പോളിസി
നോക്കുന്നത്. അതുപോലെ തന്നെ ധനകാര്യ മന്ത്രാലയം, നമുക്ക് അതുപോലെ തന്നെ നാണയങ്ങൾ, അതുപോലെ കറൻസികൾ അത് അടുത്തൊരു ക്വസ്റ്റ്യൻ വരാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സമയത്ത് പറയാം. നെക്സ്റ്റ്, ഇന്ത്യൻ സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തേത് ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി, രാജാറാം മോഹൻ റോയ്, ജ്യോതിബ ഫുലെ, സ്വാമി വിവേകാനന്ദൻ. ആരാണടാ കറക്റ്റ് ആൻസർ? ആരാണ്? രാജാറാം മോഹൻ റോയ് അല്ലേ? ആരാണ്? രാജാറാം മോഹൻ റോയ്. സതി നിരോധിച്ചത് ആരാണ്? അത് ആരുടെ പരിശ്രമം കൊണ്ടാണ്? അത് രാജാറാം മോഹൻ റോയിയുടെ പരിശ്രമം കൊണ്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, മോഹൻ റോയിയെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക ദയാനന്ദ സരസ്വതി, അതുപോലെ ഇതിൽ നമ്മൾ സ്വാമി വിവേകാനന്ദൻ, ഇവരൊക്കെ അതുപോലെ ജ്യോതി ബാഫുലെ, ജ്യോതിറാവു ബാഫുലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന് ഒരുപാട് സഹായിച്ച വ്യക്തികളിൽപ്പെട്ട ആളുകളാണ് സ്വാമി വിവേകാനന്ദന്, ജ്യോതിബ ഫുലെ, സ്വാമി ദയാനന്ദ സരസ്വതി തുടങ്ങി എല്ലാവരും, രാജാറാം മോഹൻ റോയ് അടക്കം. നെക്സ്റ്റ്, സ്പിന്നിങ് ജെന്നി എന്ന യന്ത്രം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. അതായത് നമ്മുടെയൊക്കെ അറിയാം, വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരുപാട് യന്ത്രങ്ങൾ വന്നു. അപ്പോൾ സ്പിന്നിങ് ജെന്നി ആരുടേതാണ്? ജെയിംസ് ഹാർഗ്രീവ്സ്, സാമുവൽ ക്രോംപ്ടൺ, ജോൺ കെ റിച്ചാർഡ് ആർക്രൈറ്റ്. ആരാണ്? അതാരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് ഇവിടുത്തെ ഉത്തരം. ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ്. നെക്സ്റ്റ്, തെക്കേ ആഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരിച്ചെത്തിയ ശേഷം ഇന്ത്യയിൽ ഇടപെട്ട ആദ്യ സമരം ഏതായിരുന്നു? ഏതാണ് ആദ്യ സമരം? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യയിലേക്ക് ഗാന്ധിജി തിരിച്ചു വരുന്നു. 1915 മുതലുള്ള കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നു അല്ലേ? ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഇവിടെ 1917 അദ്ദേഹം ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹം നടത്തിയ ആദ്യ സമരം വരുന്നത് ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന 1917 ബീഹാറിലാണ് നടന്നത്. അവിടെയുള്ള നീലം കർഷകർക്ക് വേണ്ടിയാണ് ഗാന്ധിജി ഈ സമരം നടത്തിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാരുടെ പീഡനങ്ങൾക്കിരയായി നീലം കർഷകർ, അപ്പോൾ അവർക്ക് വേണ്ടി സമരം നടത്തി. ഖേദ സത്യാഗ്രഹം നമ്മൾ ഇതിൽ പറയാത്ത, ഓപ്ഷനിൽ വരാത്ത പ്രധാനപ്പെട്ടതാണ്. അത് 1918 അത് ഗുജറാത്തിലാണ്. അതിൽ ഗാന്ധിജിയോടൊപ്പം തന്നെ സർദാർ പട്ടേൽ ഉണ്ടായിരുന്നു. കർഷകർക്ക് വേണ്ടി, ഖേദയിലെ കർഷകർക്ക് വേണ്ടിയിട്ടാണ് അത് സമരം നടത്തിയത് 18. ഇനി അഹമ്മദാബാദ് മിൽ സമരം നടത്തിയത് ഗുജറാത്തിൽ തന്നെയാണ്. 1918 അവിടെ പ്ലേഗ് ബോണസ്, ആ മിൽ തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസിൻ്റെ അത് കൊടുക്കുന്നതിൽ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു. ബർദോളി സത്യാഗ്രഹം ഇതിൽ പറയാത്ത, ഓപ്ഷനിൽ പറയാത്ത, അത് 1928 അവിടെയും സർദാർ വല്ലഭായ് പട്ടേൽ കൂടെ ഉണ്ടായിരുന്നു. കർഷകരുടെ മേൽ ചുമത്തിയ അധിക നികുതിക്കെതിരായിരുന്നു ആ സമരം. മാത്രമല്ല ഇവിടെ ബർദോളി ഗാന്ധി ഇല്ലേ, സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇവിടെ മറ്റുള്ള ഓപ്ഷൻസ് നോക്കൂ. ഖേദ നമ്മൾ പറഞ്ഞു, ചമ്പാരൻ പറഞ്ഞു അല്ലേ ആദ്യത്തെ. പിന്നെ നോൺ കോർപ്പറേഷൻ 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആ ഒരു സമയത്താണ്, 20 ഗാന്ധി. അതുവരെ ഗാന്ധിജി ഓരോ സത്യാഗ്രഹങ്ങൾ നടത്തുന്നു. പിന്നെ എന്ത് ചെയ്തു? ഒരു ബഹുജന സമരമായിട്ട് മാറുകയാണ് നിസ്സഹകരണ സമരം. അതിൽ കോൺഗ്രസ് കൂടി ഗാന്ധിയുടെ കൂടെ കൂടുന്നു അല്ലേ. അഹമ്മദാബാദ് കോട്ടൺ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ധാരാതലീയ ഭൂപടങ്ങളിൽ റോഡുകൾ ചിത്രീകരിക്കുന്ന അംഗീകൃത നിറമേതാണ്? നിറമേതാണ്? നിങ്ങൾ ശ്രദ്ധിക്കുക, ചുവപ്പ്, കറുപ്പ്, തവിട്ട് നിറം, ചാരനിറം. ഏതാണ്? അത് ചുവപ്പ് നിറമാണ്. നമുക്കറിയാം ഈ ഭൂപടങ്ങളിൽ പല കാര്യങ്ങൾക്കും, അതായത് കൃഷിയിടങ്ങൾ, അതുപോലെ തന്നെ വാട്ടർ ബോഡീസ്, ഇതിനൊക്കെ ഓരോന്നിനും നിറങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ്? റോഡുകളുടേത് ചുവപ്പാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? നമ്മൾ നേരത്തെ ഉപദ്വീപീയ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഒരുപാട് നദികളുടെ ഉത്ഭവ സ്ഥാനമാണ്. അപ്പോൾ മഹാനദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടം, മൈക്കല നിരകൾ, മഹാബലേശ്വർ, ബ്രഹ്മഗിരി. അപ്പോൾ ഏതാണത്? അത് മൈക്കല നിരകളിൽ നിന്ന്, മൈക്കല റേഞ്ചിൽ നിന്ന്. ഇവിടെ മനസ്സിലാക്കുക, പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇതിലൂടെ പോകുന്നതല്ലേ, ആ ഭാഗങ്ങളിൽ ഉത്ഭവിക്കുന്ന കേരളത്തിലെ നദികളുണ്ട്. അതുപോലെ മഹാബലേശ്വർ, നമ്മളൊരു കോഡ് പറയാറുണ്ട്, മഹാബലവാനായ കൃഷ്ണൻ എന്ന് പറയാറുണ്ട് അല്ലേ, കൃഷ്ണൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഉപദ്വീപീയ പീഠഭൂമിയിലുള്ള നദികളുടെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് കൃഷ്ണ നദി. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാബലേശ്വറിൽ നിന്നാണ്. അതങ്ങ് പഠിച്ചു നോക്കാം കേട്ടോ അല്ലേ. ബ്രഹ്മഗിരി കുന്നുകളിൽ നമ്മൾ പറയാറ് കാവേരി നദിയാണ്, കാവേരി
നദിയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഗോദാവരി ഉണ്ട് കേട്ടോ, പ്രധാനപ്പെട്ട നദികളാണ്. ഏറ്റവും നീളമുള്ള ഗോദാവരി നദി പ്രധാനപ്പെട്ടതാണ്. ഉപദ്വീപീയ നദികളിൽ പ്രധാനപ്പെട്ട നീളമുള്ള നദിയാണ് എന്ത്? ഗോദാവരി. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഉപദ്വീപീയ നദികൾ ഉൾപ്പെടാത്ത നദി. ഇപ്പോൾ അതൊരു ചോദ്യമാണ്. ഉപദ്വീപീയ നദികൾ പെടാത്തത് നർമ്മദ, മഹാനദി, ലൂണി, കാവേരി. ഏതാണ്? ലൂണിയാണ് അല്ലേ? ലൂണിയും സരസ്വതിയും ഉത്തര മഹാസമതലങ്ങളിലുള്ളതാണ്, അത് ഉപദ്വീപീയയിലല്ല. സോ നർമ്മദ എവിടെയുള്ളതാണ്? ഉപദ്വീപീയയിലാണ്. മഹാനദി അതുപോലെ തന്നെ കാവേരി നദി. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ അടുത്ത് ശ്രദ്ധിക്കാം, മധ്യപ്രദേശ്. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ഉപദ്വീപീയ പീഠഭൂമി. അതുപോലെ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായതാണ് എന്ത്? അവിടുത്തെ അല്ലേ? നമുക്കറിയാം കറുത്ത റിഗർ മണ്ണുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആ റിഗർ, കറുത്ത മണ്ണ്. അതുപോലെ ബസാൾട്ട് ശില, അവിടുന്ന് ബസാൾട്ട് ശിലകളാണ്, അതുകൊണ്ട് കറുത്ത മണ്ണ് ഉണ്ടാവും. കറുത്ത മണ്ണ് ഏതിനാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം അല്ലേ? പരുത്തിക്ക്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് എന്ത്? ഉപദ്വീപ്. ഏറ്റവും പഴക്കം ചെന്നത്, ആ ചോദ്യം വന്നിട്ടുണ്ട്, പഴക്കം ചെന്നതായ ഒരു ഭൂവിഭാഗം, വിസ്തൃതമായതുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഗ്രഹം സോളാർ സിസ്റ്റത്തിൽ നിന്നൊരു ചോദ്യമാണ്. ഏറ്റവും വലുതാണ് വ്യായം അല്ലേ? ഏറ്റവും വലുതാണ് വ്യായമാണ്. ഓക്കെ, നെക്സ്റ്റ്, ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ച് കണക്കാക്കാൻ കഴിയുന്നത് ഒരുപാട് അല്ലേ? പല വിൻഡ് ഡയറക്ഷൻ, അന്തരീക്ഷ മർദ്ദം, കാറ്റിൻ്റെ വേഗത, ആർദ്രത. ഹൈഗ്രോമീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്? അത് ഹ്യൂമിഡിറ്റി അളക്കുന്നതാണ് അല്ലേ? ഹ്യൂമിഡിറ്റി അളക്കുന്നതാണ്. കാറ്റുമായി ബന്ധപ്പെട്ട വിൻഡ് വെയിൻ അല്ലേ? അനീമോമീറ്റർ ഇത് രണ്ടും കാറ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ബാരോമീറ്റർ എന്തുമായി? ബാരോമീറ്റർ അതാ എന്തുമായിട്ട്? മർദ്ദം അളക്കുന്നത് അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായോ? അടുത്തത്, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി. നിങ്ങൾ ശ്രദ്ധിക്കുക, ശ്രീ ചിത്തിര തിരുനാൾ, ശ്രീ മൂലം തിരുനാൾ, ആയില്യം തിരുനാൾ, സ്വാതി തിരുനാൾ. ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂറുമായി ചോദ്യം വരുന്നിട്ടുണ്ട്, കൊച്ചി രാജവംശവുമായി ചോദ്യമുണ്ട്, കോഴിക്കോട് സാമൂതിരിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്, കേരളത്തിലെ രാജവംശങ്ങൾ അല്ലേ? അവിടെ നെടിയിരുപ്പ് സ്വരൂപം, അതുപോലെ തന്നെ പെരുമ്പടപ്പ് സ്വരൂപം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. നെടിയിരുപ്പ് കോഴിക്കോട് അല്ലേ? രാജാക്കന്മാർ. തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടാം, തൃപ്പാപ്പൂർ, അതാണ് തിരുവിതാംകൂർ, തൃപ്പാപ്പൂർ. ഓക്കെ, നെടിയിരുപ്പ് കോഴിക്കോടാണ് അല്ലേ? അതുപോലെ പെരുമ്പടപ്പ് കൊച്ചിയുമായി ബന്ധപ്പെട്ട സ്വരൂപമാണ്. നെക്സ്റ്റ്, ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പ്രതിരോധിച്ചത് എന്നായിരുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ഏത് കാലഘട്ടത്തിലാണ് അവർ പ്രതിരോധിച്ചിട്ടുള്ളത്? അത് 1800 ഓക്കെ വന്നിട്ടില്ല. അപ്പോൾ 1855 സാന്താൾ കലാപം നടക്കുന്നത്. എപ്പോഴാണ് നടക്കുന്നത്? 1855 സാന്താളുകൾ. അതുപോലെ അവിടെ നടന്നിട്ടുള്ള മറ്റൊന്നാണ് ഇത്, സാന്താളുകൾക്കെതിരെ നടന്ന ഇവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സാന്താളുകൾ നിങ്ങൾ ആലോചിക്കുക, രാജ്മഹൽ കുന്നുകളിൽ സമരം നടത്തിയവരാണ് ആര്? കലാപം നടത്തിയതാണ് സാന്താളുകൾ. തൊബാഗ സമരം നടന്നത് ബംഗാളിലാണ് കേട്ടോ, ബംഗാളിലാണ് ആ സമരം നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോലികൾ സമരം നടത്തിയിട്ടുണ്ട്, കോലികൾ. പിന്നെ നമ്മളെ ബംഗാൾ പല ആളുകൾ സമരം. ഇതിൽ സാന്താളുകൾ വളരെ ഇമ്പോർട്ടൻ്റ്. സിദ്ധു കനു അവരുടെ നേതാക്കന്മാരാണ് സിദ്ധു കനു, അത് ഓർത്തിരിക്കുക. അടുത്ത, ഇന്ത്യയിൽ നാണയങ്ങൾ അടച്ചിറക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ കറൻസികൾ അടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ആണെങ്കിൽ നാണയങ്ങൾ അടിച്ചിറക്കുന്ന ആരാണ്? നോക്കൂ, ഫിനാൻസ് മിനിസ്ട്രി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നീതി ആയോഗ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആരാണത്? അത് ഫിനാൻസ് മിനിസ്ട്രിയാണ്. ആരാണ്? ഫിനാൻസ് മിനിസ്ട്രിയാണ്. ഓക്കെ, ഇന്ത്യയിൽ നാണയങ്ങൾ 1 രൂപയുടെ നോട്ടും 1 രൂപ നോട്ടും അതിൽ ഒപ്പിടുന്നതിലെ റിസർവ് ബാങ്ക് ഗവർണറാണ് മറ്റുള്ളതിലൊക്കെ ഒപ്പിടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരാണ് കറൻസി ഇറക്കുന്നത്. നീതി ആയോഗ് നമുക്കറിയാം, നീതി ആയോഗ് അല്ലേ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആയോഗ് അല്ലേ? ഇത് നിലവിൽ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഡേറ്റ് ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് മേഖലയിലാണ് വ്യവസായങ്ങൾ ഉൾപ്പെടുന്നത്?
അപ്പോൾ ഇത് നമ്മുടെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല ഇവയൊന്നുമല്ല. വ്യവസായങ്ങൾ പെടുന്നതിലടാ അത് ദ്വിതീയ മേഖലയാണ്, അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിൽ വരുന്ന. കൃഷി വരുന്നതാണ്, അത് കൃഷി അല്ലേ, കൃഷി വരുന്നത് പ്രൈമറി ഖനനം വരുന്നത് എവിടെയാണ് അല്ലേ, പ്രൈമറി മേഖലയിലാണ്. ടെറിഷ്യറി മേഖലയിലാണ് സർവീസുകളൊക്കെ വരുന്നത്, സർവീസ് സെക്ടറൊക്കെ വരുന്നത് തൃതീയ മേഖലകളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന സ്ഥലം ഏതാണ്? ഉപ്പു സത്യാഗ്രഹം നമുക്കറിയാം ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഉപ്പു സത്യാഗ്രഹം. അതിൽ മലബാറിൽ നേതൃത്വം കേളപ്പനെ പോലെയുള്ള ആളുകളായിരുന്നു നേതൃത്വം നൽകിയത്. അതിൽ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? പയ്യന്നൂരായിരുന്നു, പയ്യന്നൂർ. ക്ലിയർ അല്ലേ? മഞ്ചേരി, ഒറ്റപ്പാലം ഇതൊക്കെ നമ്മുടെ സമരവുമായി, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു കേട്ടോ, മഞ്ചേരി, ഒറ്റപ്പാലം എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഓരോ ഏരിയകൾ മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻസിൻ്റെ എന്തുമായി ബന്ധപ്പെട്ടതാണ്, ആ സമര ചരിത്രങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ എക്കണോമിക്സ് ആണ് അല്ലെങ്കിൽ ജോഗ്രഫി ആണ്, ഇപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി, അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. ഉത്തരമഹാസമതലങ്ങളെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടാവും, അതിൻ്റെ നദികൾ, അതിൻ്റെ അവിടുത്തെ കൃഷി, അങ്ങനെയുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നന്നായി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്. സോ ഇവിടെ നിർത്തുന്നു. താങ്ക് യു.